ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. ഐ തിങ്ക് ഐ ആം റെഡി. എന്തോ ഒരു കാര്യം നിങ്ങൾ അവരും ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്, കൂട്ടായ ഒരു തീരുമാനമാണ്. അതിനാദ്യം അവർ എതിർത്തിരുന്നു, അല്ലെങ്കിൽ അവർ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർ തയ്യാറാണ് എന്നാണ് പറയുന്നത്. GPY ഈ ലെറ്റേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരിലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലുണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്നെ ബ്ലോക്ക് ചെയ്തതാണ്. ഓക്കെ, എന്തോ ഒരു ഇഷ്യൂ നിങ്ങൾ തമ്മിലുണ്ടായി, അപ്പോൾ അവർക്ക് ദേഷ്യമായി, അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നാണ് അവർ പറയുന്നത്. നാം തമ്മിൽ മുൻജന്മ ബന്ധമുണ്ട്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഒരു ആഴം അവർ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്ന ഒരു സമയമായിരിക്കും ഇത്. അല്ലെങ്കിൽ ഇതുവരെ അവരത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരിക്കില്ല, പക്ഷെ ഇപ്പൊ സമ്മതിക്കുന്നു. 1, 3, 10, 12, 19, 21, 28, 30 ഈ നമ്പേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. ഇതൊക്കെ ഈ റീഡിംഗ് നിങ്ങൾക്ക് തന്നെയാണോ എന്നുള്ള ഒരു കൺഫർമേഷൻ ആണ് കേട്ടോ. 5, 9, 14, 18, 23, 27 ഈ നമ്പേഴ്സുമായിട്ട് നിങ്ങൾക്ക് അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പറയുകയാണ്, ആശംസിക്കുകയാണ്. ട്രാവലിംഗ്. നിങ്ങളോ അവരോ ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോ അവരോ ഇപ്പോൾ ട്രാവലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പിക്നിക് പോലെയുള്ള ഒരു സംഭവത്തിലൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ. അങ്ങനെയായിരിക്കാം. നിനക്ക് എന്നേക്കാൾ നല്ല വ്യക്തിയെ ലഭിക്കും. ഓക്കെ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓക്കെ, സംഭവം അവരെക്കാളും നല്ല വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ കൂടി അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നേച്ചർ ലവർ. നിങ്ങളോ അവരോ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സൊസൈറ്റികളിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം.